ഹായ് ഫ്രണ്ട്സ്, 2023 ചോദിച്ച സയൻസിലെ കുറച്ച് ക്വസ്റ്റ്യൻസും അവയുടെ ആൻസറും നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ O രക്തഗ്രൂപ്പിനെ സംബന്ധിക്കുന്ന ശരിയായ വസ്തുത ഏത്? താഴെ പറയുന്നവയിൽ O രക്തഗ്രൂപ്പിനെ സംബന്ധിക്കുന്ന ശരിയായ വസ്തുത ഏത്? ആൻസർ ഓപ്ഷൻ സി, ആന്റിബോഡികളായ A, B എന്നിവ കാണുന്നു. അടുത്ത ചോദ്യം, ജീവമണ്ഡലത്തിന്റെ സംരക്ഷകർ എന്നറിയപ്പെടുന്നത് ആര്? ജീവമണ്ഡലത്തിന്റെ സംരക്ഷകർ എന്നറിയപ്പെടുന്നത് ആര്? ആൻസർ ഓപ്ഷൻ ബി, സസ്യങ്ങൾ. അടുത്ത ചോദ്യം, ഹെപ്പറ്റൈറ്റിസിനെ സംബന്ധിക്കുന്ന തെറ്റായ പ്രസ്താവന ഏത്? ഹെപ്പറ്റൈറ്റിസിനെ സംബന്ധിക്കുന്ന തെറ്റായ പ്രസ്താവന ഏത്? ആൻസർ ഓപ്ഷൻ ബി, ഫൈലേറിയൻ വിരകളാണ് ഇതിന് കാരണം. അത് തെറ്റാണ്. അടുത്ത ചോദ്യം, DNA-യിൽ ജീനിന്റെ സ്ഥാനം കണ്ടെത്താൻ സഹായിക്കുന്ന സാങ്കേതിക വിദ്യ ഏത്? DNA-യിൽ ജീനിന്റെ സ്ഥാനം കണ്ടെത്താൻ സഹായിക്കുന്ന സാങ്കേതിക വിദ്യ ഏത്? ആൻസർ ഓപ്ഷൻ ഡി, ജീൻ മാപ്പിംഗ്. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ജീവിതശൈലി രോഗം അല്ലാത്തത്? താഴെ പറയുന്നവയിൽ ജീവിതശൈലി രോഗം അല്ലാത്തത്? ആൻസർ ഓപ്ഷൻ എ, തൊണ്ടമുള്ള്. ഫാറ്റി ലിവർ, ഹൃദയാഘാതം, അമിത രക്തസമ്മർദ്ദം എന്നിവയൊക്കെ ജീവിതശൈലി രോഗങ്ങളാണ്. തൊണ്ടമുള്ള് ജീവിതശൈലി രോഗമല്ല. അടുത്ത ചോദ്യം, ജനിതക പശ എന്നറിയപ്പെടുന്ന എൻസൈം ഏത്? ജനിതക പശ എന്നറിയപ്പെടുന്ന എൻസൈം ഏത്? ആൻസർ ഓപ്ഷൻ സി, ലിഗേസ്. അടുത്ത ചോദ്യം, അൾട്രാവയലറ്റ് രശ്മികളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏത്? അൾട്രാവയലറ്റ് രശ്മികളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏത്? ആൻസർ ഓപ്ഷൻ ഡി, 3, 4. ക്യാൻസർ സെല്ലുകളെ നശിപ്പിക്കാൻ ഉപയോഗിക്കുന്നു, ജലം ശുദ്ധീകരിക്കാൻ ഉപയോഗിക്കുന്നു. അതാണ് ശരിയായ പ്രസ്താവനകൾ. അടുത്ത ചോദ്യം, ഫോക്കസ് ദൂരം 20 സെന്റിമീറ്റർ ഉള്ള കോൺവെക്സ് ലെൻസിന്റെ വക്രത ആരം എത്ര? ഫോക്കസ് ദൂരം 20 സെന്റിമീറ്റർ ഉള്ള കോൺവെക്സ് ലെൻസിന്റെ വക്രത ആരം എത്ര? ആൻസർ ഓപ്ഷൻ എ, 40 സെന്റിമീറ്റർ. അടുത്ത ചോദ്യം, 10 കിലോഗ്രാം മാസ് ഉള്ള ഒരു വസ്തു 5 മീറ്റർ പെർ സെക്കൻഡ് പ്രവേഗത്തിൽ സഞ്ചരിക്കുന്നുവെങ്കിൽ വസ്തുവിന്റെ ആക്കം എത്ര? 10 കിലോഗ്രാം മാസുള്ള ഒരു വസ്തു 5 മീറ്റർ പെർ സെക്കൻഡ് പ്രവേഗത്തിൽ സഞ്ചരിക്കുന്നുവെങ്കിൽ വസ്തുവിന്റെ ആക്കം എത്ര? ആൻസർ ഓപ്ഷൻ ഡി, 50 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്. അടുത്ത ചോദ്യം, ശ്രീഹരിക്കോട്ടയിൽ നിന്നും SSLV-D2 വിക്ഷേപിച്ച് ഭ്രമണപഥത്തിൽ എത്തിച്ച ഉപഗ്രഹങ്ങളിൽ മലയാളികൾ ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥിനികൾ തയ്യാറാക്കിയ ഉപഗ്രഹം ഏത്? ശ്രീഹരിക്കോട്ടയിൽ നിന്നും SSLV-D2 വിക്ഷേപിച്ച് ഭ്രമണപഥത്തിൽ എത്തിച്ച ഉപഗ്രഹങ്ങളിൽ മലയാളികൾ ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥിനികൾ തയ്യാറാക്കിയ ഉപഗ്രഹം ഏത്? ആൻസർ ഓപ്ഷൻ ബി, ആസാദി സാറ്റ് 2. ആസാദി സാറ്റ് 2. അടുത്ത ചോദ്യം, W എന്നത് ഏത് മൂലകത്തിന്റെ പ്രതീകമാണ്? W ഏത് മൂലകത്തിന്റെ പ്രതീകമാണ് W? ആൻസർ ഓപ്ഷൻ ബി, ടങ്സ്റ്റൺ. അടുത്ത ചോദ്യം, ചുവടെ നൽകിയിരിക്കുന്നവയിൽ കപട സംക്രമണ മൂലകം ഏത്? ചുവടെ നൽകിയിരിക്കുന്നവയിൽ കപട സംക്രമണ മൂലകം ഏത്? ആൻസർ ഓപ്ഷൻ എ, കാഡ്മിയം. അടുത്ത ചോദ്യം, ന്യൂക്ലിയർ റിയാക്ടറുകളിൽ ഉപയോഗിക്കുന്ന ഇന്ധനം ഏത്? ന്യൂക്ലിയർ റിയാക്ടറുകളിൽ ഉപയോഗിക്കുന്ന ഇന്ധനം ഏത്? ആൻസർ ഓപ്ഷൻ ഡി, പ്ലൂട്ടോണിയം. പ്ലൂട്ടോണിയമാണ് ന്യൂക്ലിയർ റിയാക്ടറുകൾ ഉപയോഗിക്കുന്നത്. അടുത്ത ചോദ്യം, അറ്റോമിക സംഖ്യ 11 ആയ മൂലകത്തിന്റെ എൽ ഷെല്ലിൽ എത്ര ഇലക്ട്രോണുകൾ ഉണ്ട്? അറ്റോമിക സംഖ്യ 11 ആയ മൂലകത്തിന്റെ എൽ ഷെല്ലിൽ എത്ര ഇലക്ട്രോണുകൾ ഉണ്ട്? ആൻസർ ഓപ്ഷൻ സി, 8 ഇലക്ട്രോണുകളാണ് ഉള്ളത്. 8. കൂടുതൽ സയൻസ് ചോദ്യങ്ങൾ അടങ്ങിയ വീഡിയോകൾ അടുത്തടുത്ത ദിവസങ്ങളിലെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. എല്ലാവരും ചാനൽ കാണാനും
സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്